ഇന്നിവിടെ പൂർത്തിയാക്കപ്പെട്ട അസറ്റ് ഈസ് തോട്ടക്കാട് ഈ ഹൗസിംഗ് കോംപ്ലക്സ് തീർച്ചയായിട്ടും ഇതിൽ താമസിക്കാൻ വരുന്നവർക്കും അതുപോലെ ഇത് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്മകൾ നേരുന്നു. ശ്രീ സലീമുമായി ഞാൻ പരിചയപ്പെടുന്നു. അദ്ദേഹം BPL മൊബൈൽ ഫോണിൻ്റെ സാരഥിയായി എറണാകുളത്ത് വരുന്ന ആ വർഷം തൊട്ടാണ്. കർക്കശക്കാരനായ വളരെ ഊർജ്ജസ്വലനായ ശ്രീ സലീം അദ്ദേഹം ആ രംഗത്തുനിന്ന് മാറി ഇന്ന് നിർമ്മാണ രംഗത്തേക്ക് വന്നിരിക്കുന്നു. അതിലും അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു. ശ്രീ ആരാധന മേയർ ടോണിയുടെ പറഞ്ഞതുപോലെ എറണാകുളത്തെ ഒട്ടുമിക്ക ബിൽഡേഴ്സും നമ്മുടെ പൊതുവായ കാര്യങ്ങളിൽ സഹകരിക്കുന്നവരാണ്. അത് റോഡിൻ്റെ വികസനമായാലും നഗരസഭ നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായാലും ഇന്നലെകളിലും അവർ കാര്യമായി സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ നഗരസഭ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ഈ പലപ്പോഴും വരുന്ന പ്രശ്നത നഗരസഭ അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്ന ചില കർത്തവ്യങ്ങൾ തീർച്ചയായിട്ടും പുതിയ സാരഥികൾക്ക് രണ്ടുപേരും ചെറുപ്പക്കാരാണ്. പുതിയ നഗരസഭയിൽ 50% വനിതകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നഗരത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നഗരസഭ ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സേവനങ്ങളും ലഭ്യമാക്കാൻ നഗരസഭയ്ക്ക് കഴിയുമെന്ന എൻ്റെ വിശ്വാസം. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരസ്പരം സഹായിക്കുന്ന സംവിധാനങ്ങളായി നഗരസഭയും ബിൽഡേഴ്സും മറ്റെല്ലാവരും മുന്നോട്ട് പോയാൽ നമ്മുടെ നഗരത്തിലെ ജനങ്ങളുടെ ജീവിതം വളരെയേറെ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ ജോയിന്റ് വെഞ്ചറിന് തയ്യാറായ വളരെ പ്രശസ്തമായ തോട്ടക്കാട്ട് കുടുംബ അംഗമായ ശ്രീ ശങ്കരമേനോൻ കുടുംബത്തെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം സമയബന്ധിതമായി ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ തയ്യാറായ അസറ്റ് കൗൺസിൽ സലീം അടക്കമുള്ള അവരുടെ പാർട്ട്നേഴ്സിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബി ടൈപ്പ് അപ്പാർട്ട്മെന്റുകളെ പ്രതിനിധീകരിച്ച് ശ്രീ ശങ്കരമേനോൻ. സി ടൈപ്പ് ഫ്ലാറ്റുകളെ പ്രതിനിധീകരിച്ച് ശ്രീ SP ശശികുമാർ. ആശംസ സമർപ്പിക്കാൻ ശ്രീമതി ആരാധ്യനായ മേയർ അദ്ദേഹം പോയി കഴിഞ്ഞു. വേദിയിലിരിക്കുന്ന വിശിഷ്ടര്, സദസ്സിലിരിക്കുന്ന എന്നെ ഈ സ്ഥാനത്ത് നിർത്തിയ എന്റെ തോട്ടക്കാട്ട് കുടുംബാംഗങ്ങളെ, എന്റെ വോട്ടേഴ്സാണ്. എന്റെ വാർഡില് ഇങ്ങനൊരു സംരംഭം തോട്ടക്കാട്ട് ഈ അസറ്റ് ഹോംസിന്റെ ഞാൻ വളരെയധികം നിങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവരും എന്താ പറയുക, പട്ടണത്തിന്റെ നവീകരണം പുതിയ ഈ ബിൽഡിങ്ങിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ചെറിയൊരു വേദനയുണ്ട്. തോട്ടക്കാട്ട് കുടുംബ വീട് എന്ന സ്ഥലം എന്നുള്ള ആ ഒരു ഇമോഷണൽ ഒരു വിഷമം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും ആശംസ സമർപ്പിക്കാൻ ശ്രീ ശങ്കരമേനോൻ. അതുകൊണ്ട് ഐ ട്രൈ ആൻഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം. ഇപ്പോൾ പറഞ്ഞ മാതിരി ഈ പ്ലോട്ടിൻ്റെ ഉടമസ്ഥ once belonged to my wife Indira and my two daughters Lakshmi and Anjana, who are not here, and Indira's cousin Jayan. അപ്പോൾ അവരാണ് ഈ ഇതിൻ്റെ കാര്യത്തിൽ മുൻകൈ എടുത്തിട്ട് ഈ ജോയിന്റ് വെഞ്ചർ സ്കീമിന് വേണ്ടി ജോയിൻ ചെയ്തത്. അപ്പോൾ അവരുടെയൊക്കെ സ്പോക്സ്മാൻ ആയിട്ട് ഇടയിൽ ഞാനായിരുന്നു. ആൻഡ് ഹിയർ ഐ എം റെപ്രസെൻറ്റിംഗ് ദെയർ ഇൻട്രസ്റ്റ് ദാറ്റ് ഹാവ് ബീൻ എൻകൗണ്ടർഡ് ഇൻ ബിറ്റ്വീൻ. ഈ ജോയിന്റ് വെഞ്ചർ എഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് we knew that Asset Homes was a very aggressive up and coming builder, but more than that അവരെ കുറിച്ച് വലിയ know-how ഒന്നും ഉണ്ടായിരുന്നില്ല. But then when we scouted around and we asked friends and various other experts, all the feedback which came to us was extremely positive. So we
just closed our eyes and we decided one day that we would go ahead with this joint venture project, and then the agreement was signed on the 23rd of April 2008. And I must say that having entered into the agreement and having had the opportunity of coming into contact with the various people of Asset Homes, I can say without any hesitation that it has been a very rewarding and very enriching experience. Most companies, most institutions have a motto, Satyameva Jayate, Yoga Karma Sukhavshanam. And when I was in college, our motto was Ad Dei Gloriam, which translated means all that we do is to the greater glory of God. Now when you ring up Asset Homes, you get a signature tune on the telephone. Celebrating relationships, celebrating relationships. This seemed a bit of a joke to me, but then later on when I got into grips with the organization, I realized how very much this celebrating relationships was a part of their corporate philosophy, and how very well it was entrenched into all their activities at every level, right from the boardroom up to the shop floor. Everyone was extremely cordial. They seemed to be going out of their way to make you feel comfortable. And the it always met with a very positive response. Developers were finding it difficult to market their flats, and things were getting a bit difficult. In fact, at times we wondered whether in our compound there would be a huge set of columns, concrete columns, and the rest of it were people staying. This is right in the middle of a built-up area, and naturally when a high-rise building comes, there would be a lot of disturbance, there would be piling, and there would be shocks felt by other buildings. There could be problems for them, there could be cracks, worries and I sort of took the opportunity of airing my worries to the directors. Techniques are all different now, techniques are modern. Hammer piling piling isling and shocks tackle we will take good care, and in any case everything is insured. Anybody complains of any problem, we will take care of that. So let's put on record that all our neighbors, many of them are relations, all are staying around here. They were extremely cooperative with us in this project. They were very forbearing, they were very tolerant, they went through a lot of difficulties, but not one of them made any kind of a complaint or any kind of a problem to us, and it is because of their extreme cooperation that this project was completed without any loss of mandates or any kind of a glitch or a hitch up. I am here. I would convey my very, very special thanks to them for all their cooperation, tolerance and forbearance. And also that all the older residents of this area will find them a very, very welcome addition to the community. Thank you very much, sir. Thank you.
ഇനി എനിക്ക് ഒരു ചെറിയ സഹായം ചെയ്യണം. എനിക്ക് നമ്പർ മൊബൈലിൽ അടിച്ചോ. ഞാനിപ്പോൾ വരാം, ഒരു മിനിറ്റ്. 85 ഓക്കെ. കുട്ടികളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതിനകത്ത് എത്ര സീറോ ആണെങ്കിലുണ്ട്? എത്ര സീറോസ് ഉണ്ട്? 2 zeros. അപ്പൊ അതിനകത്ത് ഞാനൊന്ന് വാനിഷ് ചെയ്യാൻ പോവാണ്. അത് ഏതാ വാനിഷ് ചെയ്യുന്നത് പറഞ്ഞോളൂ. സെന്റർ നടക്കട്ടെ. അപ്പൊ ഇത് എത്ര രൂപയാവും? 50. അപ്പൊ മമ്മി ഡാഡി വന്നിട്ടുണ്ടോ? മമ്മി ഡാഡി ഉണ്ടെന്ന് കാര്യം എന്താണെന്നറിയോ? ഇത് നിങ്ങൾ പറഞ്ഞിട്ട് ഒരു 0 കളഞ്ഞാൽ 50 രൂപയാകും. ഞാൻ ഇവിടെ മമ്മിയുണ്ട് മോളെ പറയൂ. അപ്പൊ കളഞ്ഞിട്ടെ. അല്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ടാണ്. അതെ, പുറകിൽ അപ്പൊ നിങ്ങൾക്ക് ഏത് സൈഡാണ് കാണേണ്ട നോട്ടിന്റെ? ഞാനിപ്പോ നോട്ട് കറക്റ്റ് ആണോ, നിങ്ങളുടെ നമ്പർ ആണോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. യാതൊരു കുഴപ്പമില്ല. കണ്ടല്ലോ, ആന്റിയുടെ പേര് കണ്ടല്ലോ. ഞാനപ്പോ ഈ സൈഡ് കാണുന്നത്. ഈ സൈഡ് കാണിച്ചു കഴിഞ്ഞ് നമ്പർ സൈഡ്. ഓക്കെ, നമ്പർ സൈഡ് കാണിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. നമ്മളെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്നപ്പോൾ തന്നെ 2 വാക്ക് നമ്മളെ പഠിപ്പിച്ചു. ഒന്ന് എസ്കേപ്പും ഒന്ന് സോറിയും. ഈ രണ്ടും ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നുവെച്ചാൽ ആദ്യം സോറി പറയും, നോട്ട് വന്നിട്ട് പിന്നെ എസ്കേപ്പ് ആവും. അതാണ് മാജിക്. അല്ല, സോറി പറയാൻ പോകും. ഇതാണ് കണ്ടത്. എനിക്കൊരു അബദ്ധം പറ്റി, സോറി. ഇനി നമ്പർ കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു. ഞാൻ ആത്മാർത്ഥമായിട്ടാ, ഞാൻ മറ്റുള്ള മാജിക്കാരെ പോലെ തട്ടിപ്പൊന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ സൈഡ് കാണിച്ചു, ഒരു 0 പോയിരിക്കുന്നു. അപ്പം ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോണ എസ്കേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ നോട്ട് ഇവിടെ മടക്കി കൊടുത്ത് ഞാൻ ഇവിടുന്ന് ഗുഡ് ബൈ പറയുന്നു. പറഞ്ഞോട്ടെ, കുഴപ്പമുണ്ടോ? നിങ്ങൾ കാണികൾ കുഴപ്പമില്ല, ഇവരുടെ പൈസയിലേ പോകുന്നുള്ളൂ. ഞാൻ നോട്ട് എടുക്കുന്നു. ഞാനിങ്ങനെ ഓക്കെ ഗുഡ് ബൈ പറയുന്നു. ഇങ്ങനെ മടക്കിച്ച് ചെറുതായിട്ട് മടക്കുന്നു വെച്ചാൽ എനിക്ക് മെയിൻ ഗേറ്റ് വരെ എത്താനുള്ളതാണ്. ഇങ്ങനെ ഒന്ന് പിടിച്ചോളൂ. ഇങ്ങനെ പിടിച്ചു. ഇനിയിപ്പോൾ ആൻറ്റി വിഷമിക്കണ്ട. ഈ ആൻറ്റി എൻ്റെ ഉത്തരവാദിത്വം ഏറ്റിരിക്കുന്നു. ചേർക്കുന്നുണ്ടോ? ഒരു ജ്യൂസ് എടുക്കും. വേർക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇവർ വേർപ്പ് മാറ്റാനായിട്ട് ഞാൻ ഒബ്രേക്ക പറയുന്നു. ഒബ്രേക്ക. ഓക്കെ, ദിസ് എൻഡ് ഓഫ് മൈ ഷോ. ഞാൻ പോയി കഴിയുമ്പോൾ തുറന്നു നോക്കണം. ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന മായാജാലം തുറന്നു നോക്കിക്കോളൂ. ഇനി കുഴപ്പമില്ല. ഞാൻ